ഇത് പേൾ ഗ്രാസ് ആണ്, നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെ അയച്ചു വിടുക, അവർ പുതിയ വരുന്ന പുല്ലെല്ലാം കഴിച്ചോളും. അപ്പൊ അത് നല്ല ലെവലായിട്ട് കിടക്കും. അവർക്ക് ശരിക്കും ഓടി നടക്കാനായിട്ട് നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ബ്രീഡ്സിനെയും നമ്മൾ ഈ പുറത്തേക്ക് ഇറക്കി വിടും. പുറത്തേക്ക് ഇറക്കി വിട്ട് അവർക്ക് ഇവിടെ കുറെ നേരം നടന്ന് ക്രഷഡ് ഡക്ക്, ക്യാപ്പുള്ള താറാവ്, ലോകത്തിൽ തന്നെ ഡക്കുകളിൽ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡക്ക് കോൾ ഡക്സ് എന്ന് പറയും. ഇത് ഒരു വളരെ റെയർ ബ്രീഡാണ്. പാരഡൈസ് ഷെൽ ഡക്ക് എന്ന് പറയും ഇവര്. താറാവുകളിൽ കരിന്താറാവുകൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ താറാവ് മുതൽ ഏറ്റവും ഭംഗിയുള്ള അലങ്കാര താറാവുകളിൽ ഒന്നായ വുഡ് ഡക്സ് വരെയുള്ള നല്ല അടിപൊളി ഒരു ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മൂവാറ്റുപുഴയുള്ള സൈറസ് ഫ്ലോയുടെ പെറ്റ്സു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുള്ള് വാട്ടർ ബേർഡ്സിൻ്റെ കേട്ടോ. കുറേ വെറൈറ്റി നമ്മുടെ അലങ്കാര താറാവുകളുണ്ട്. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ വലിയ കേജുകളിലായിട്ട് നമ്മുടെ വലിയ താറാവുകളെല്ലാം തന്നെയുണ്ട്. അവർക്ക് വേണ്ടി നല്ല അടിപൊളി കേജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അവർക്ക് കയറി നിൽക്കാനുള്ള കൂടെ, വെയിൽ വരുമ്പോൾ മഴ വരുമ്പോൾ കയറി നിൽക്കാനുള്ള കൂടെ, അതുപോലെ തന്നെ അവരുടെ ബ്രീഡിംഗ് ബോക്സ്, ഫ്രണ്ടിൽ അവരുടെ ടാങ്ക്, അവിടെ കളിക്കാനുള്ള സ്ഥലം. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കോമൺ ഏരിയ ആണ്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ ഓരോ വെറൈറ്റീസിനെ നമ്മൾ ഇവിടെ ഇറക്കി വിടും. അവർക്ക് പുല്ല് തിന്നാനും കളിക്കാനും ഒക്കെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങൾ, ഈ കാണുന്ന വെറൈറ്റീസിൻ്റെ എല്ലാം തന്നെ കുഞ്ഞുങ്ങൾ ഈ ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. പല പ്രായത്തിലുണ്ട്, പല വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഒരു വാട്ടർ ബേർഡ്സിന്റെ സെക്ഷനാണ്. നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ ബ്രീഡിങ്. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് ബ്രീഡ്സ് ഉണ്ട്. അധികം കാണാത്ത ഡക്സിനെ പരിചയപ്പെടാം. ഇതിൽ നമുക്ക് കോൾ ഡക്ക് ഉണ്ട്, പിന്നെ ഇത് വുഡ് ഡക്സ് ആണ്. ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബേർഡാണ്, ഫ്ലൈയിങ് ബേർഡാണ്, വുഡ് ഡക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നേക്കുന്ന കളർ സിൽവർ ഉണ്ട്, ആൽബിനോ ഗോൾഡ് ഉണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിന്റെ ആ മാർക്കിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭയങ്കര ക്യൂട്ടാണ് ഇവരെ കാണാനായിട്ട്. അതെ, ഇത് നമ്മുടെ ഫാമിലെ ഒരു കാവൽക്കാരാണ് കേട്ടോ. ഡോഗ്സിനേക്കാളും കൂടുതൽ ഇവർ ഒച്ചയുണ്ടാക്കും. എംഡൻ ഗൂസാണ്. പൊതുവെ ഗൂസുകളെല്ലാം നല്ല ലൗഡാണ്. ഇത് നമ്മുടെ മസ്കോവീസ് ലാവൻഡർ കളർ കേട്ടോ. ഇത് കോമൺ ആണ്, പക്ഷെ ഇത് നമ്മൾ മെയിനായിട്ട് ബ്രൂഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മറ്റ് താറാവുകളുടെ മുട്ട അടവയ്ക്കാൻ ഇവർ ബെസ്റ്റാണ്. കയ്യുക എന്ന് പറയും, അമേരിക്കൻ ബ്രീഡാണ്. ഇവരുടെ മെയിനായിട്ട് ഇവരുടെ കളറാണ് പച്ച കളർ. വളരെ ചെറുതാണ്. ഇവരുടെ സൈസ് കണ്ടാൽ മനസ്സിലാവും. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഇവരുടെ ബീക്കും, പിന്നെ ഇവരുടെ ഒരു സൈസാണ് ഇവരുടെ മെയിനായിട്ട്. ഷേപ്പും സൈസും ആണ് ഇവരുടെ ഒരു പ്രത്യേകത. ന്യൂസിലാൻഡ് ബ്രീഡാണ്. പാരഡൈസ് ഷെൽഡക്ക് എന്ന് പറയും. ഇവരുടെ ഭയങ്കര ക്യൂട്ട് അവരെ കാണാനായിട്ട്. ഈ വൈറ്റ് ഹെഡ് ഉള്ളത് ഫീമെയിലും ബ്ലാക്ക് ഹെഡ് ഉള്ളത് മെയിലും ആണ്. ഫ്ലൈങ് ചെയ്യുന്ന ബേർഡാണ് കേട്ടോ. ഇത് മസ്കോവി തന്നെയാണ്. മസ്കോവിയിൽ തന്നെ ബ്ലൂ ലേസ്ഡ് മസ്കോവീസ് ആണ്. ഇതിന്റെ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത. ബ്രോ, ഇപ്പൊ നമ്മൾ കണ്ട ഡക്സിന്റെ എല്ലാം ചിക്സ് ആണ് ഈ കാണുന്നത്? എല്ലാം ഇത് അവരുടെ ചിക്സ് ആണ്. ഇത് പല വെറൈറ്റീസ്, എല്ലാം പല വെറൈറ്റീസ് ആയിട്ടുള്ള ചിക്സ് ആണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ നിലവിൽ കയ്യുക ഉണ്ട്, കോൾഡക്സ് ഉണ്ട്, മസ്കോവീസ്, സിൽവർ ലൈസ്ഡ് മസ്കോവീസ് ഉണ്ട്, ലാവൻഡർ മസ്കോവീസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള എല്ലാം അത്യാവശ്യം ആ കാണുന്ന പേരൻസിന്റെ കുട്ടികളാണ് ഇവര്. ഇത് കാണുന്ന എല്ലാം കയ്യുകയുടെ ചിക്സ് ആണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്. ഈ ടാങ്ക് ഒക്കെ ഇവിടെ ഇപ്പൊ ബ്രോ നിൽക്കുന്ന സ്ഥലത്ത് താഴെ ഒരു വലിയ ടാങ്ക് ഉണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഇതൊക്കെ നമുക്ക് വേസ്റ്റ് വെള്ളം പോകാനായിട്ടും പക്ക ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സ്മെല്ല് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വെയിലുള്ള സമയത്ത് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേണം. വെയിൽ കൊള്ളണമെങ്കിൽ വെയിൽ കൊള്ളാനുള്ള ഒരു സ്ഥലം ഉണ്ട്.